വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ജയിലിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? ആര്യ, രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഇയാളെ TV കാണാനായി അയാൾ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. കൊടും ക്രൂരമായ ഒരു കൊലപാതകങ്ങൾ ചെയ്ത ആളാണ് അഫാൻ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചത്. പക്ഷേ ഇന്ന് തടവ് പുള്ളികൾക്ക് TV കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. TV കാണാനായി സെല്ലിന് പുറത്തിറക്കിയ ഇയാൾ ശുചിമുറിയിൽ പോകാനെന്ന് പറഞ്ഞ് സെല്ലിന് പുറത്തുള്ള ശുചിമുറിയിലേക്ക് കയറുകയായിരുന്നു. അവിടെ ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ ഇപ്പോൾ ചികിത്സയിലുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് ഈ 11 മണിയോട് തന്നെ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇയാളെ സെൻട്രൽ ജയിലിലെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. അല്പസമയം ഇയാളെ കഴുത്തിൻ്റെ CT സ്കാൻ എടുക്കാനായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് തുടരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. വെഞ്ഞാറമൂടിൽ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സഹോദരനും കാമുകിയും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെ ഉള്ള ആളുകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഫാൻ. ഇയാൾ നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണത കാട്ടിയിരുന്നു. അയാൾ കൊലപാതകത്തിന് ശേഷം മരിക്കാനാണ് താനും ശ്രമിച്ചതെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനുശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിലും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അത്തരമൊരു പ്രവണതയുള്ള ആളായതുകൊണ്ട് തന്നെ അയാളെ വലിയ നിരീക്ഷണത്തിലാണ് സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. സാധാരണഗതി തടവ് പുള്ളികളെ ജില്ലാ ജയിലിലും സബ് ജയിലിലുമൊക്കെയാണ് പാർപ്പിക്കാറുള്ളത് ഈ റിമാൻഡ് പ്രതികളെ. പക്ഷേ ഇയാളെ ഈ കുറ്റത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തും ഇയാളുടെ മാനസികാവസ്ഥ പരിഗണിച്ചുമൊക്കെയാണ് സെൻട്രൽ ജയിൽ തടവിൽ പാർപ്പിച്ചിരുന്നത്. അതിനിടയിലാണ് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാളെ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇയാൾ ഇപ്പോൾ ചികിത്സയുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ അഫാനുണ്ട്. ചികിത്സ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതീവ ഗുരുതരാവസ്ഥയിൽ ഇയാളുണ്ട്. കഴുത്തിന് മുണ്ടിൽ കുരുക്കിട്ട ഇയാൾ മരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നേരത്തെയും ഇയാൾ ഈ പ്രവണതകൾ പ്രകടിപ്പിച്ച ആളാണ്. ഒരു സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു ഇയാളെ പാർപ്പിച്ചിരുന്നത്. TV കാണിക്കാനായി പുറത്തിറക്കി. ജയിൽ ഉദ്യോഗസ്ഥൻ ശ്രദ്ധ മാറിയ സമയത്ത് ഇയാൾ ശുചിമുറിയിൽ കയറി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ ഇയാൾ ചികിത്സ തുടരുന്നു. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ഇയാളുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ആരോഗ്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ആര്യ, തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ജയിലിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് അഫാൻ ഉള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്ന് സാരംഗ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, എന്താണ് ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? തീർച്ചയായും ആര്യ, ഇന്ന് രാവിലെ 11 കൂടിയായിരുന്നു ശുചിമുറിയിൽ അഫാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. 11:25 വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് MICയിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് ആദ്യം ലഭിച്ച വിവരം. പിന്നീട് കഴുത്തിൽ കുടുങ്ങിയ കയർ അത്യാവശ്യം നല്ല രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ അത്യാസന്ന നിലയിലാണ് നിലവിൽ അഫാനെ പ്രവേശിപ്പിച്ചിരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ അറിയുന്ന വിവരം ഗുരുതരാവസ്ഥയിലാണ് അഫാൻ എന്നുള്ളതാണ്. 2 ദിവസം മുന്നേ ആയിരുന്നു സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതി കുറ്റം നടത്തിയ ഫെബ്രുവരി 24 തന്നെ എലിവേഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം ഇത് 2ാമത്തെ തവണയാണ് പ്രതി ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. ഉണക്കാനിട്ടിരുന്ന തുണി ഉപയോഗിച്ചായിരുന്നു കഴുത്തിൽ കുരുക്കി ആത്മഹത്യാ ശ്രമം നടത്തിയത്. പെട്ടെന്ന് തന്നെ വാർഡൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആശുപത്രി വരെ എത്തിക്കാൻ കഴിയുന്നതും. നിലവിൽ ഗുരുതരാവസ്ഥയിലാണ് അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ വിവരം ലഭ്യമാവുന്നതാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതി ആരോഗ്യ നില മോശമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ നമ്മളോട് നൽകുന്ന വിവരം.